നിങ്ങൾ മജ്ബൂസ് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മന്തിയിൽ നിന്നും അതുപോലെ തന്നെ കബ്സയിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ചിക്കന് ഉടയാതെ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന രീതിയൊക്കെയാണ് ഇതിൽ ഞാൻ കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മുളകും വറ്റൽമുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ടുണ്ടാക്കിയിട്ടുള്ള ചമ്മന്തിയാണ്. പിന്നെ നമ്മുടെ സ്വന്തം മയണൈസും. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. തൊലിയോടെയുള്ള ചിക്കനാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 1.25 കിലോൻ്റെ അടുത്ത് വരും. പിന്നെ ഇത് ഏകദേശം ഞാൻ 12 പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തൊലി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തൊലി ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് ഇതിന്. ഇനി ഇതേപോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ തന്നെ വരകളിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ബാക്കി നമ്മൾ ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പപ്പടത്തിൻ്റെ കോലമൊക്കെ യൂസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ ബാക്കി എല്ലാ ചിക്കനും ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ചിക്കനും ഇതേപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാരങ്ങയുടെ നീരും ചിക്കൻ ക്യൂബും വേണം. അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചിക്കൻ ക്യൂബിൽ നിന്നും ഒരു ക്യൂബ് എടുത്തിട്ട് അത് പൊടിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് മിനിമം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് കുതിർത്തിയെടുക്കണം. ഞാനിവിടെ 1 കിലോഗ്രാം വൈറ്റ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കപ്പ് ഫുള്ള് സൺഫ്ലവർ ഓയിലും പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റൈസിന്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഒന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ടും വേണ്ടത് ഒരു ഡ്രൈഡ് ലെമണും പിന്നെ 2-3 ചെറിയ കഷ്ണം പട്ടയും പിന്നെ 10 ഏലക്കായും പിന്നെ 7-8 ഗ്രാമ്പൂവും പിന്നെ ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുക. ഞാൻ ബേ ലീഫ് ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഇത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മീഡിയം സൈസിലുള്ള 2 വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ചെറിയ വലിയുള്ളി ആയതുകൊണ്ട് തന്നെ ഞാൻ 3 ചെറിയ വലിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഇട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയുടെ പേസ്റ്റാണ്. ഞാൻ പഴുത്ത 3 തക്കാളി, മീഡിയം സൈസിലുള്ള 3 തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മജ്ബൂസ് മസാലയാണ്. മജ്ബൂസ് മസാല നിങ്ങൾക്ക് ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. ഇതിൽ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഇത് പൊടിച്ചെടുത്താൽ മതി. ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റാണ് 1 ടീസ്പൂണ് മല്ലി, അതുപോലെ തന്നെ ഒരു 10-11 ഏലക്ക, ഒരു 8 ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക്, 1 ജാതിക്ക, ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, 2 ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു ബേ ലീഫും കൂടി കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുത്താണ്. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം അവസാനമായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നാരങ്ങൻ്റെ തൊലി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് റൈസിന് അതിന് വേറെ വെറൈറ്റി ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചിക്കൻ കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ അരി അളന്ന പാത്രത്തിൽ തന്നെ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് ചിക്കന്. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരുന്നത്. അപ്പം നന്നായിട്ട് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, അപ്പം നല്ല കറക്റ്റ് വേവാണ്. ഇനി നമുക്ക് ഇതിൽ ചിക്കൻ മാത്രം ഇതിൽ നിന്നും കോരി മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഒരുപാട് ടൈം ഇതിൽ കിടന്നാൽ ചിലപ്പോൾ ഇത് വെന്തുടയും. അതുകൊണ്ട് തന്നെ ചിക്കൻ കോരി മാറ്റിയിട്ടാണ് നമ്മൾ ബാക്കി ഐറ്റംസ് ഇതിൻ്റെ റൈസൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി കോരി മാറ്റി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂണ് മജ്ബൂസ് മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ 2 ഭാഗം തിരിച്ചിട്ട്
മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് കൈകൊണ്ട് തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിപ്പോൾ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ തന്നെ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തത് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ നേരത്തെ ആ വെള്ളം അളന്നെടുത്തത് തിരിച്ചതിലേക്ക് ഒഴിക്കുകയാണ്. അത് ഏകദേശം എനിക്ക് 4 കപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഒരു 2 കപ്പും കൂടി ആവശ്യമുണ്ട്. ടോട്ടൽ 6 കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതും ചൂടുവെള്ളമാണ് ബാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4-5 പച്ചമുളക് നടുകെ കീറാതെയും പിന്നെ അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി നീരും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ റൈസ് ഞാൻ 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് റൈസ് ഇതിലേക്ക് ഇടുന്നതിന് മുമ്പ് ഇതിലെ വെള്ളം ഫുള്ളും സ്ട്രെയിനായി പോയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് വെക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് അടച്ച് വെക്കുന്നുണ്ട്. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടി വെച്ചിട്ടുണ്ട്. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏകദേശം റൈസ് പകുതി വെന്തിട്ടുണ്ട്. വീണ്ടും ഇതേപോലെ അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റും കൂടി വെച്ചതിന് ശേഷം ഇത് തുറന്ന് നോക്കിയപ്പം ഇത് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ ഇത് അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ റൈസ് കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ ഇതിന് മുകളിലിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ചിക്കന് ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുക. അപ്പം ചിക്കന് ഇതെല്ലാം കൂടി വെച്ച് കൊടുത്തതിന് ശേഷം അവസാനമായിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ബാക്കിയുണ്ടായിരുന്നു. ആ ഓയിലും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലെ ചിക്കൻ ഒന്നും ഇതുപോലെ ഒന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല കറക്റ്റ് വേവാണ്. അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണിത്. അപ്പം ഇത് ചൂടോടെ കൂടി തന്നെ ഇത് സെർവ് ചെയ്യാൻ നോക്കുക. കാരണം ഇത് ബിരിയാണിയുടെ പോലെ ഒരുപാട് ടൈം ദമ്മിടേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് ചൂടോട് കൂടി തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പം മന്തിയും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിന്നും വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള മജ്ബൂസും കൂടി ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ